واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വർഗപ്രവേശനം തടസ്സമാകുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ ഭയപ്പെട്ടു എന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചത്. ഒന്ന്, വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരും ശിർക്കും. 2, റിയാ ആണ്, ലോകമാന്യത, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അമലുകൾ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഭൗതിക കാര്യത്തിലുള്ള നിങ്ങളുടെ മാത്സര്യമാണ് ഞാൻ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്നാണ്. ഇത് പറയുന്നത് ഏറെ ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ ഓർക്കണം. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഖന്തക്കിന്റെ സമയത്ത് വയറ്റത്ത് കല്ല് വെച്ച് പണിയെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ രൂപത്തിൽ പണിയെടുത്ത സ്വഹാബത്തിനോടാണ് ഈ ഒരു കാര്യം പ്രവാചകൻ ബോധ്യപ്പെടുത്തുന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ തന്റെ ഓരോ ഭാര്യമാരുടെ വീടുകളിലും കയറി ചെന്ന് ഹൽ ഇന്ദക്കും ഷൈഅ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോ മാ ഇന്ധന ശൈവൻ, ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല പ്രവാചകൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണം പോലും, ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങളുടെ അടുത്ത് കുടിക്കാനില്ല, കഴിക്കാനില്ല എന്ന് പറഞ്ഞ എങ്കിൽ ഇന്നി അന സ്വായിമുൻ, ഞാനിന്ന് നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നോമ്പെടുത്ത പ്രവാചകനാണ് പട്ടിണിക്കോലങ്ങളായ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, സ്വഹാബ, ഈ ഉമ്മത്തില് നിങ്ങളുടെ കാര്യത്തില് ദാരിദ്ര്യത്തെ ഞാൻ പേടിക്കണില്ല, മറിച്ച് സമ്പത്തും സൗകര്യങ്ങളും കുമിഞ്ഞുകൂടുന്ന, അത് കുമിഞ്ഞുകൂടി അത്തരം പരീക്ഷണങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുമോ എന്നതാണ് നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. കാരണം സമ്പത്ത് വർദ്ധിക്കുമ്പോ, ദുനിയാവ് വിശാലമാകുമ്പോ അത് പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാതെ, അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് കരുതി അതിൽ മതിമറന്ന് നിങ്ങൾ ജീവിക്കാൻ സാധ്യതയുണ്ട്. ഖുർആൻ പറഞ്ഞു, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന وأن الله عنده أجر عظيم. വഅലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം, അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഇത് രണ്ടും നിങ്ങൾക്കുള്ള ഫിത്നയാണ്, ഇത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അത് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം.
വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അല്ലാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഐശ്വര്യമാണ്, അത് അനുഗ്രഹമാണ്. പക്ഷെ ആ സമ്പത്ത് ഒരു വേള അത് പരാജയമാണ്, അതല്ലെങ്കിൽ ഫിത്നയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്കറിയാം, ഒരിക്കല് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് നികുതിയെടുത്ത് അഥവാ ജിസിയ പിരിച്ചെടുത്തിട്ട് അദ്ദേഹം വരികയാണ്. എന്താ ജിസിയ? ഇസ്ലാമിക ഗവൺമെന്റ് അമുസ്ലിം പൗരന്മാരിൽ നിന്ന് ഈടാക്കുന്ന നികുതി, അതാ ജിസിയ. അത് പിരിച്ചെടുത്തിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സ്വഹാബാക്കള് അവരിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കറിയാം, സ്വഹാബാക്കളൊക്കെ പട്ടിണി പാവങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ആളുകളാണ് പ്രവാചകരും പ്രവാചകന്റെ സ്വഹാബാക്കളും. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയം സ്വഹാബാക്കളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം സ്വഹാബാക്കൾക്കറിയാം, അദ്ദേഹം നികുതി വിരിച്ചിട്ടാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ നികുതി പണമുണ്ട്, ഇനി പ്രവാചകൻ ഇത് സ്വഹാബാക്കൾക്ക് എന്ത് ചെയ്യും, അത് വിതരണം ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് ആ സന്തോഷത്താലാണ് സ്വഹാബാക്കൾ ചിരിക്കുന്നത്. അവരിങ്ങനെ സന്തോഷത്തിന്റെ ആ പുഞ്ചിരി സ്വഹാബാക്കളുടെ മുഖത്ത് കണ്ടപ്പോഴേ, കാരണം തങ്ങൾക്ക് മക്കൾക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, തന്റെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. ആ ഒരു വല്ലാത്ത സന്തോഷം ആ സ്വഹാബത്തിന്റെ മുഖത്തിങ്ങനെ കടന്നു വന്ന് അത് പുഞ്ചിരിയിലൂടെ ഇങ്ങനെ അവരുടെ മുഖത്ത് പ്രകടമായപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയാ, അബ്ശിറൂ വ ഉമ്മിലൂ മാ യസുറുക്കും. സ്വഹാബത്തെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ. സ്വഹാബ, നിങ്ങൾ സന്തോഷിച്ചോളൂ. പക്ഷേ ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം. 2 തവണ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു, ഫവല്ലാഹി ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലാ അൽ ഫഖറ അഖ്ശാ അലൈക്കും, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മേലതാ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ല സ്വഹാബ. നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകുമെന്ന ഒരവസ്ഥയെ ഞാൻ പേടിക്കുന്നില്ല സ്വഹാബ. വലാകിൻ അഖ്ശാ അലൈക്കും, എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ പേടിക്കുന്നത് എന്താണെന്നറിയുമോ? അൻ തുബ്സത ദുനിയാ അലൈക്കും, ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്ന ഒരവസ്ഥ വരും സ്വഹാബ. ആ ദുനിയാവിലെ ഓരോ വിഭവങ്ങളും വസ്തുക്കളും നിങ്ങളുടെ മേൽ വിശാലമാകുന്ന ഒരവസ്ഥയുണ്ടാവും. ആ ദുനിയാവിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അത് നിങ്ങൾക്ക് സംജാതമാകുന്ന ഒരു കാലഘട്ടം സ്വഹാബ കടന്നു വന്നാൽ, കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട്, പൂർവികരായിട്ടുള്ള ആളുകൾ. അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം അങ്ങ് അല്ലാഹു നൽകിയപ്പോ, അവർക്ക് അല്ലാഹു ദുനിയാവിലെ വിഭവങ്ങൾ അങ്ങ് വാരിക്കോരി കൊടുത്തപ്പോ, ആ മുൻഗാമികളായ ആളുകൾ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന് ഫതുഹ്ലികഹും കമാ ഖലഖ്തഹും, ആ അനുഗ്രഹത്തെ അവർ അമൂല്യമായി കണ്ടപ്പോ, അവർ ആ അനുഗ്രഹത്തെ അമൂല്യമായി കണ്ട സമയത്ത് അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു സ്വഹാബ. ആരോടാ സഹോദരങ്ങളെ പ്രവാചകൻ ഇത് പറയുന്നത്? ദാരിദ്ര്യത്തെക്കാളേറെ ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് നിങ്ങളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമോ എന്നാണ്. ദുനിയാവിലെ സൗകര്യങ്ങൾ നിങ്ങളിൽ വ്യാപിക്കുമ്പോ നിങ്ങൾ അതിൽ മതിമറന്ന് നിങ്ങളെ ദുനിയാവിൽ മുഴുകോ എന്നുള്ള പേടിയാണ് സ്വഹാബ എനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു. പ്രവാചകൻ പറയാ, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഓരോ ഫിത്നകൾ ബാധിച്ചിട്ടുണ്ട്.
എല്ലാ സമുദായത്തിനും ഉണ്ടായി. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ സമുദായത്തിൽ വരാനിരിക്കുന്ന ഫിത്ന, എന്റെ ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന ഫിത്ന സ്വഹാബ, അത് അൽ മാൽ, അത് സമ്പത്താണ്. അത് കിട്ടുമ്പോ മനുഷ്യൻ പരലോകം മറക്കും. വളരെ ഗൗരവമായി സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് പ്രവാചകന് പറയുന്നത് ആരോടാന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, എന്തിനേറെ നമസ്കാരത്തിന് പോലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ തലചുറ്റി വീണ സ്വഹാബത്തെ, ബോധം കെട്ട് വീണ സ്വഹാബാക്കളുള്ള മജ്ലിസിൽ വെച്ച പ്രവാചകൻ ഇത് പറയുന്നത്. എത്ര ഗൗരവമുണ്ട് ആ വിഷയം. ഞാന് ദാരിദ്ര്യത്തെക്കാളേറെ നിങ്ങളിൽ പേടിക്കുന്നത് നിങ്ങളിൽ സമ്പത്തുണ്ടാകുന്നതിനെയാണ്. അന്നത്തെ കാലത്തെ മദീന പള്ളി പ്രിയമുള്ളവരെ നമുക്കറിയാം. നമ്മളെത്ര സൗകര്യത്തിൽ അവിടെ ഇരിക്കുന്നത്. ഈത്തപ്പന ഓലകൾ കൊണ്ട് മറക്കപ്പെട്ട പള്ളിയാണ്. മുകൾ ഭാഗം തുറന്നു കിടക്കുക. മേപ്പോട്ട് നോക്കി ആകാശം എങ്ങനെ കാണും. നിലത്തെന്താ? നിലത്തു മണലാണ്. ആ പള്ളിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് ഈ കാര്യം വിശദീകരിക്കുന്നത്. ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ പരസ്പരം പോരടിപ്പിക്കാൻ കാരണമാക്കുന്നത്. അക്രമത്തിനും കൊലപാതകത്തിലൊക്കെ മനുഷ്യരെത്തിക്കണത് എന്താ? അല്ലെ, പണത്തോടുള്ള ആർത്തിയാണ്. സ്വന്തം മകൻ പിതാവിനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലണം എന്തുകൊണ്ടാ? അല്ലെ, പിതാവിന്റെ സമ്പത്തിനെ മോഹിച്ചിട്ടാണ്. അപ്പൊ ആ ദുനിയാവ് നിങ്ങളിൽ വിശാലമാകുന്നതിനെ ഞാൻ പേടിക്കുന്നു എന്ന് പ്രവാചകൻ. ഞാൻ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ കാണിക്കും. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ദാരിദ്ര്യത്തെയല്ല. നിങ്ങളിൽ തെറ്റു സംഭവിക്കുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളിൽ തെറ്റു സംഭവിക്കുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ ബോധപൂർവം തെറ്റുകൾ ചെയ്യുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. അറിയാതെ ചെയ്യുന്ന തെറ്റല്ല, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മതത്തിന്റെ പേരില് കള്ളം കെട്ടിച്ചമക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ വരുന്നതിന് ഞാൻ പേടിക്കുന്നു. അങ്ങനെ ഒരു കാലം വരും. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും. അവസാന കാലത്തതാ കള്ളന്മാരായ ദജ്ജാലുകൾ വരും. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത വർത്തമാനങ്ങളായിരിക്കും അവർ പറയുക. അവർ നിങ്ങളുടെ അരികിൽ അങ്ങനെയായിരിക്കും വരിക. അവർ നിങ്ങളെ വൈപിയപ്പിക്കുന്നതോടൊപ്പം അവർ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നതിനെ തൊട്ടും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ നിങ്ങളെ വൈഭയപ്പിക്കുകയും ചെയ്യും, നിങ്ങളെ കുഴപ്പത്തിലുമാക്കും. നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ടിട്ടില്ലാത്ത കള്ളക്കഥകള് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങും. അഥവാ പണ്ഡിത വേഷധാരികളായി വന്ന് ജനങ്ങളെ മതകാര്യങ്ങളിൽ നിന്ന് വഴിപയപ്പിച്ചിട്ട് പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും വിശ്വാസകാര്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുപോയി ബിദ്അത്തുകളിലേക്കും തിന്മകളിലേക്കും ഹറാമിലേക്കും വഴിതിരിച്ചുവിടുന്ന ആളുകളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ ഉമ്മത്തിലെ ആളുകളെ ലതുത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അഥവാ മുസ്ലിം സമുദായത്തിലെ ആളുകൾ മുൻഗാമികളായ ആളുകളെ പിന്തുടരും. എങ്ങനെയെന്നറിയും? ശിബ്റൻ ബിശിബ്രിൻ, ചാണിനു ചാണായി പിൻപറ്റും. വദിറാഅൻ ബിദിറാഇൻ, മുയത്തിനു മുയമായി കൊണ്ട് പിൻപറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം എന്നതിന് ഉദാഹരണം പറയാണ്. ഹത്താ ലൗ ദഖലു ജുഹ്റ ളുബ്ബിൻ തബിഅതുമൂഹും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിന്റെ ഉള്ളിലേക്ക് അവർ കയറി ചെന്നാൽ
ആ കാര്യത്തിൽ വരെ എന്റെ ഉമ്മത്തിലെ ആളുകൾ അവരെ പിൻപറ്റുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് വരാണ്ട്. സ്വഹാബാക്കൾ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഉദ്ദേശിച്ചത് ജൂതന്മാരും ക്രിസ്ത്യാനികളെയാണോ? അഥവാ മുൻകാല ആളുകളെ എന്റെ ഉമ്മത്ത് പിൻപറ്റുമെന്ന് പറഞ്ഞത് അത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പിൻപറ്റുമെന്നാണോ പറഞ്ഞത്? പ്രവാചകൻ പറയാണ്, അവരല്ലാതെ പിന്നാരാണ്? അഥവാ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങൾ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാണ്ട്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപട വിശ്വാസിയായ പണ്ഡിതന്മാർ വരുന്നതിനെ ഞാൻ പേടിക്കുന്നു. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഹാദിഹിൽ ഉമ്മ കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ. മഹാനായ അബൂ ഉസ്മാൻ അൻ-നഖ്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ മിമ്പറിന്റെ ചോട്ടിൽ ഞാനുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുത്ബ നിർവഹിക്കെ അദ്ദേഹത്തിന്റെ മിമ്പറിന്റെ താഴെ ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഖുത്ബയിൽ പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഹുവ ഫമാ ഖാഫു അലാ ഹാദിഹിൽ ഉമ്മത്തി കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ. ഈ ഉമ്മത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കണ എന്താണെന്നറിയോ? നാവുകൊണ്ട് പണ്ഡിതനായ എല്ലാ കപട വിശ്വാസികളെയുമാണ്. നാവ് കൊണ്ട് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അല്ലെ, ഇൽമു നേടികാണ്ട് അല്ലെ, അറിവ് നേടികാണ്ടുള്ള പണ്ഡിതനല്ല, മറിച്ച് തൊള്ളട്ടുകാണ്ട് പണ്ഡിതനാകുക അല്ലെ, സംസാരിച്ചുകാണ്ട് പണ്ഡിതനായ ആളുകൾ. പണ്ഡിതനെന്ന ആളുകൾ വിളിക്കുന്നുണ്ട്, എന്നാ ഇൽമുണ്ടോ? ഒരു ഇൽമുണ്ടാവൂല. പിന്നെ എന്തിനാ പണ്ഡിതനെ വിളിക്കണത്? അയാളെ വയൽ കേട്ടിട്ട്, അയാളെ പ്രസംഗം കേട്ടിട്ട്. ഇപ്പൊ പണ്ഡിതനായ നാവ് കൊണ്ട് പണ്ഡിതനായ എല്ലാ കപട വിശ്വാസികളെയുമാണ് ഞാൻ എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഹേച്ഛയെ പിന്തുടരുന്ന ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ വരും. ഇന്നമാ അഖ്ശ അലൈക്കും അശ്ശഹവാത്തിൻ അൽഗയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും വമുദില്ലാത്തിൽ ഹവ. ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത്, പേടിക്കുന്നത് നിങ്ങൾ വയറിനാലും ഗുഹ്യാവയവത്താലുമുള്ള ദേഹേച്ഛകൾക്ക് അടിമപ്പെടുന്നതിനെയാണ്. എന്താ വയറിനാലും ഗുഹ്യാവയവത്താലും എന്ന് പറഞ്ഞാൽ അല്ലെ, വയറിനു വേണ്ടി അല്ലെ ഹറാമു ഹലാലൊന്നും നോക്കൂല, സ്വന്തം ഇഷ്ടത്തിന് കഴിക്കും. അവിടെ ഹലാലും ഹറാമൊന്നും പരിഗണിക്കൂല. അത് ഓന്റെ ഇഷ്ടമാണ്, ഓന്റെ ഇച്ഛക്കനുസരിച്ച് ഓൻ എന്ത് ചെയ്യും? അത് ഹലാലും ഹറാമൊക്കെയാണ് തീരുമാനിക്കും. അതേപോലെ തന്നെ എന്താ വ്യഭിചാരം, ഗുഹ്യാവയവം, അത് മോശമായ രൂപത്തിൽ എന്ത് ചെയ്യാ? അത് ഉപയോഗിക്കാം. അതിൽ എല്ലാം പെടും. സ്വന്തം ഇച്ഛകൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അത് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ. അത്തരം ആളുകളെ എന്റെ ഉമ്മത്തിൽ, എന്റെ മുസ്ലിം സമുദായത്തിൽ വരുന്നതിനെ ഞാൻ പേടിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ പഠിപ്പിച്ചിരുന്നു. ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വവർഗരതിയാണ് എന്റെ ഉമ്മത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. സ്വവർഗരതി അല്ലെ, ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തിനാണ് പറയുക. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്തിൻ. ലൂത്തിന്റെ സമുദായം ചെയ്ത തിന്മയാണ്, അഥവാ ആ സ്വവർഗരതി എന്റെ ജനതയിൽ വ്യാപിക്കുന്നതിന് ഞാൻ പേടിക്കുന്നു. സ്വവർഗരതി പ്രിയമുള്ളവർ, എല്ലാ മതങ്ങളും ഏതു മതമെടുത്താലും വളരെ വെറുപ്പോടുകൂടി കണ്ട കാര്യമാണ്. പക്ഷെ ഇന്ന് അത് അവകാശമായി വാദിക്കാണ് ചില ആളുകൾ. അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു, പരസ്യമായിട്ട് പറയുന്നു, പരസ്യമായി അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് അല്ലെ, 2 മുസ്ലിം പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചത്.
2 മുസ്ലിം പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ചു. അത് ഭയങ്കര വാർത്തയായി. ഇന്നിപ്പോ അത് വാർത്തയല്ല. കാരണം എന്താ? അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് വ്യാപകമായി മാറി. അതുകൊണ്ട് അതൊരു ചർച്ചയല്ല. അവർക്ക് വേണ്ടി ഒത്താശ പാടാനും അവർക്ക് പണം ചെലവഴിക്കാനും ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപിക്കുന്നത് എന്റെ ഉമ്മത്തിൽ ഞാൻ പേടിക്കുന്നു. മൽഊനൻ മൻ അമല ബി അമലി ഖൗമി ലൂത്ത്. ലൂത്തിന്റെ സമുദായം ചെയ്ത തിന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല ശപിക്കട്ടെ എന്ന പ്രവാചകൻ പറഞ്ഞു. ഇസ്ലാമിക രാജ്യത്തിനുള്ള ശിക്ഷ എന്താ? ഇസ്ലാമിക രാജ്യത്തിനുള്ള ശിക്ഷ എന്താ? സ്വവർഗരതി നടത്തിയ ആളുകൾ അഥവാ ലൂത്തിന്റെ സമൂഹത്തിലെ തിന്മ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ 2 പേരെയും കൊന്നുകളയുന്നതാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളിടത്ത് പിടിക്കപ്പെട്ടാൽ 2 പേരെയും കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമപ്രകാരം അതിന്റെ വിധി. അത്ര ഗൗരവമായി പഠിപ്പിച്ചൊരു തിന്മ പ്രിയമുള്ളവരെ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത് എന്റെ ഉമ്മത്തിലെ അഥവാ മുസ്ലിം സമൂഹത്തിലെ അത് വരുന്നതിന് ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഇന്നിപ്പോ ഏതാ സംഭവിക്കാത്തത്? എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പ്രവാചകൻ ഭയപ്പെട്ടതും നമ്മെ താക്കീത് ചെയ്തതുമായ ഓരോ കാര്യങ്ങളും അത് ദീനിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാനും ദീന് ആയത്തിൽ പഠിക്കാനും പ്രിയമുള്ളവരെ നമ്മളൊക്കെ സന്നദ്ധരാവുക. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.